ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അങ്ങനെ പെരുന്നാൾ വിരുന്നൊക്കെ കഴിഞ്ഞ് നമ്മൾ കൊട്ടാരത്തിൽ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഇന്നിപ്പോൾ ഇതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നേക്കാണ് കേട്ടോ. ഇവിടെ വന്നിട്ടാണ് കഴിച്ചത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പിന്നെ നമുക്ക് ചോറും കൂട്ടാനൊക്കെ റെഡിയാക്കി എടുക്കണ്ടേ, മക്കൾക്ക് സ്കൂളുണ്ട്. അപ്പോൾ വിരുന്നൊക്കെ പോയി വന്ന് ആദ്യം ഓടി വന്നിക്കുന്ന കിച്ചണിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ചോറിനുള്ള വെള്ളം വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനൊക്കെ നീറ്റാക്കിയിട്ടിട്ടാണ് കേട്ടോ പോയിനത്. കിച്ചണൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടിട്ടാണ് പോയിനത്. അപ്പോൾ അതുകൊണ്ട് വന്നാലും നമുക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കിച്ചൺ അങ്ങനെ വൃത്തിയാക്കാനൊന്നുമില്ല. പിന്നെ നമ്മൾ കുറേ ദിവസമൊന്നും ആയിട്ടില്ലല്ലോ പോയിട്ട്, 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഇന്നലെ ഞാനൊന്ന് വന്നും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒന്നാകൊക്കെ അടിച്ചു വാരി തുടച്ചിട്ടിട്ടാണ് പോയിനത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അങ്ങനത്തെ പണികളൊന്നും വല്ലാതെ ചെയ്യാനില്ല. അപ്പോൾ ഞാൻ വേഗം ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു. പിന്നെ നമ്മളെ മസാല ബോക്സൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. 2 ദിവസമായില്ലേ. അപ്പോൾ ഇനി മസാലപ്പൊടികളൊക്കെ അതിൽ ഇട്ട് കൊടുക്കണം. എൻ്റെ മസാല ബോക്സ് ഇതാട്ടോ, ഈ ചെറിയ മസാല ബോക്സ്. കാര്യമായിട്ട് ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ വലിയ ജീരകം പൊടിച്ചതുമാണ് കേട്ടോ ഇതിൽ ഇട്ട് വെക്കൽ. അപ്പം ജീരകം വറുത്ത് പൊടിച്ചിട്ട് വേണം. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ. മുളക് പൊടി ഞാൻ നമ്മളെ ഹോം ഷോപ്പിലത്തെ ഒരു ഇത്തുണ്ട് കേട്ടോ. ഹോം ഷോപ്പിക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ തരുന്ന ഒരു ഇത്തുണ്ട്. ആ ഇത്താൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കൽ കേട്ടോ. അപ്പം ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ കഴുകി ഉണക്കി പൊടിച്ച് അങ്ങനെയാണ് ചെയ്യൽ. ഇപ്പം നല്ല തിരക്കല്ലേ, നിങ്ങൾക്ക് അറിയില്ല എൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് കുടുംബശ്രീൻ്റെ ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് എപ്പോഴും ബിസി ആയിക്കാരം, തിരക്കൊഴിഞ്ഞ സമയമല്ല. പിന്നെ ഒന്നേറെ നമ്മളെ ഹോം ഷോപ്പിലുണ്ട് ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ. മുളക് പൊടിയും അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ കഴുകി ഉണക്കി നല്ല ശുദ്ധിയായിട്ട് വരുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അറിയണതായതുകൊണ്ട് നമുക്ക് വാങ്ങിക്കും ചെയ്യാമല്ലോ. അതുപോലെ മുളക് പൊടിയൊക്കെ നല്ല ചുമപ്പും ഉണ്ടാവും. പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മുളക് പൊടി എരിവും ഉണ്ടാവും. നമ്മൾ കറി വെക്കുമ്പോഴും അതേപോലെ ബീഫും ചിക്കനൊക്കെ വെക്കുമ്പോൾ നല്ല മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ആ കറി ടേസ്റ്റ് ഉണ്ടാവും. നേരെ മറിച്ച് നമ്മൾ കടയിൽ നിന്ന് ആ പാക്കറ്റ് പൊടി വാങ്ങിക്കുമല്ലോ, അതിനൊരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ കഴുകി ഉണക്കി വറുത്ത് പൊടിച്ച് വരുന്ന പൊടികളാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള കറി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഹോം ഷോപ്പിലത്തെ പ്രൊഡക്റ്റുകളൊക്കെ നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർ തന്നെ വീട്ടിലിരുന്ന് ചെയ്യണ ഓരോ വർക്കും കാര്യങ്ങളുമാണ്. അപ്പോൾ അതുകൊണ്ട് കഴുകി ഉണക്കി പൊടിച്ച് നല്ല ശുദ്ധിയായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ഞാൻ മസാല ബോക്സിലേക്ക് ആക്കി കൊടുത്തു. പിന്നെ ചിക്കനും ബീഫൊക്കെ കഴിച്ചപ്പോൾ 2 ദിവസമായിട്ട് പെരുന്നാളായതുകൊണ്ട് അതൊക്കെ മടുത്തിക്കണ്. അപ്പം ഫ്രിഡ്ജിൽ കുറച്ച് മത്തി ഉണ്ടായിനി. അപ്പോൾ അത് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഐസായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മത്തി ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കനാണെങ്കിലും മീനാണെങ്കിലും ഒക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ബോക്സിലാക്കിയിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ വെക്കുക. അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, എത്ര ദിവസം കഴിഞ്ഞിട്ടാണോ നമ്മൾ എടുക്കണത് എന്നാലും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനേക്കാറ് കേട്ടോ. മീനാണെങ്കിലും അതേപോലെ ചിക്കനും ബീഫൊക്കെ ആണെങ്കിലും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ആ മീൻ പുറത്തേക്ക് എടുത്ത് വെച്ച് അതിൻ്റെ മേലെ കൂടെ കുറച്ച് കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. കല്ലുപ്പ് ഇട്ട് കൊടുത്താലേ എളുപ്പം ഐസ് വിട്ട് പോരും അതിന്മേന്ന്. അപ്പോൾ വെള്ളം ഒഴിച്ച് വെക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിച്ച് വെച്ചാൽ ഐസൊക്കെ ഉരുകി കുറേ സമയം എടുക്കും. പിന്നെ മീനും വന്ന് ഐസ് വിട്ട് വരാൻ. അപ്പോൾ ഞാൻ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേനൊക്കെ റെഡി ആയിക്കോളും, ഐസൊക്കെ വിട്ടോളും. അപ്പോൾ ഞാനിത് അവിടെ ചോറിന് അരിയൊക്കെ കഴുകിയിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ പപ്പായ ഉണ്ടായിന്. അപ്പോൾ അതുകൊണ്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പപ്പായ നമ്മളിവിടെ കറൂത്ത എന്ന് പറയും, ചിലർ കറുമൂസ എന്ന് പറയും, ചിലർ കപ്പളങ്ങ എന്ന് പറയും അല്ലേ. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടൊന്ന് ഉപ്പേരി ആയിട്ട് ഉണ്ടാക്കുന്നത്, കറിയല്ല. ഞാൻ കറി എന്ന് പറഞ്ഞ് തോന്നുന്നുണ്ട് അല്ലേ. ഇതുകൊണ്ട് ഉപ്പും കാന്താരി മുളകൊക്കെ ഇട്ടാണ്ടേ അങ്ങനെ തന്നെയാണ് കടുക് വറുത്തെടുത്താൽ മതി വേവിച്ചിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ആദ്യം നമ്മളെ തൊടിയിൽ ഇഷ്ടം പോലെ ഉണ്ടായിനും കറുത്ത. അപ്പോൾ ഇപ്പോൾ ഇല്ല. അപ്പോൾ എവിടുന്നേലും കിട്ടുമ്പോൾ ഇപ്പോൾ ഭയങ്കര ടേസ്റ്റൊക്കെ തന്നെ ഇക്കാരം. വീട്ടിലുണ്ടാകുമ്പോൾ ആർക്കും വല്ലാതെ പറ്റൂല. അപ്പോൾ ഇന്ന് ഞാൻ ഇതുകൊണ്ട് ഉപ്പേരി ആക്കാമെന്ന് വിചാരിച്ചത് ചെറുതാക്കി കട്ട് ചെയ്ത് കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിക്ക് കുറച്ച് കാന്താരി മുളക് എടുത്തുകൊണ്ട് വന്നിട്ട് ഒന്ന് കല്ലുകൊണ്ടൊന്ന് ചതച്ചിട്ട് അതിക്ക് ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. വെള്ളം ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയി, അത്ര വെള്ളം വേണ്ടില്ല. ഇനി കുറച്ച് വെള്ളം മതിയേനി കേട്ടോ. ഒറ്റ വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം. എളുപ്പപ്പണിയാണേ. അല്ലെങ്കിൽ ചട്ടിയിലിട്ട് അങ്ങനെ വേവിച്ചെടുത്താലും മതി. പക്ഷേ കുക്കറിലാവുമ്പോൾ എന്തുണ്ടാക്കുകയാണെങ്കിലും ഗ്യാസും അധികം ചിലവാവില്ല, എളുപ്പത്തിലാവും ചെയ്യും. അപ്പോൾ അങ്ങനെ അത് അടുപ്പത്ത് വെച്ചു. പിന്നെ ഇതാ നമ്മൾ മീനിന് ഐസ് വിടാൻ വേണ്ടിയാണ്ട് കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ട് കൊടുത്തിനല്ലോ. അപ്പോൾ ആ കല്ലുപ്പൊക്കെ ഇട്ട ഭാഗം കണ്ടോ, ഞാൻ കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്.
ഇതേപോലെ ഇങ്ങനെ ഐസ് അടർന്ന് പോരും കേട്ടോ. ആ മീനുമെന്ന് ഐസ് ഇങ്ങനെ അടർന്ന് പോരും. അപ്പം അല്ലെങ്കിൽ നമ്മൾ ആ ഐസും മീനോ ചിക്കനൊക്കെ ആണെങ്കിലും ചിക്കനോ ബീഫൊക്കെ ആണെങ്കിലും അതിമെന്ന് ആ ഐസും എടുക്കുമ്പോൾ ആ മീനിൻ്റെ കഷ്ണങ്ങൾ തന്നെ അയിമക്കൂടെ പോരും, ഐസുമ്മക്കൂടെ വിട്ട് പോരും. എനിക്കങ്ങനെ പറ്റലുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ കല്ലുപ്പ് ഇട്ടുകൊണ്ട് എടുക്കുമ്പോൾ കണ്ടോ ഐസ് വേറിട്ട് കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ഇതൊക്കെ ഓരോ ടിപ്സുകളാണ് കേട്ടോ. എനിക്ക് അറിയുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരലുണ്ട്. അങ്ങനെ അതിൻ്റെ ഐസൊക്കെ അതിന് എടുത്തിട്ടിട്ട് പിന്നെ വേഗം നന്നാക്കി കൊണ്ടുവന്നു ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴത്തേന് നമ്മളെ കുക്കറൊക്കെ വിസിലടിച്ച് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊന്ന് കടുക് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ നമുക്ക് മീൻ പൊരിക്കാനുള്ള ചട്ടിയും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉപ്പേരി തൂമിക്കാനുള്ള എണ്ണയൊക്കെ ചൂടായിട്ടോ. അപ്പോൾ അതിനേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. വറ്റൽമുളക് കഴിഞ്ഞിരിക്കണം. അപ്പം കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ആ ഒരു കറുത്തുണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ എളുപ്പം ഉപ്പ് കയറും കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഉപ്പൊക്കെ പാകേനും പിന്നെ കുറച്ച് വെള്ളം ഉണ്ടായില്ലേ അതൊന്ന് വലിഞ്ഞ് വരട്ടിയെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ചിട്ടുണ്ട്. അത്ര വെള്ളം വേണ്ടില്ല ഇനി. അപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, വെള്ളം കൂടിപ്പോയില്ലേ. അപ്പം ഇനി അങ്ങനെ തുറന്ന് വെച്ചിട്ട് വലിച്ചെടുക്കാമെന്ന് കരുതി. ഇപ്പുറത്ത് മീനും പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മത്തി പൊരിച്ചതൊക്കെ കഴിച്ചിട്ട് കുറേ അയക്കണില്ലേ. അപ്പോൾ ഇന്നാളത്തെ കടലിൽ കപ്പൽ മറിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വല്ലാതെ മീനൊന്നും വാങ്ങലില്ലേ. ഇനി ബാവുക്കാക്ക് പറഞ്ഞതിന് മീൻ വാങ്ങണ്ട ഇനി കുറച്ച് ദിവസം എന്ന് പറഞ്ഞു. അങ്ങനെ മീൻ വാങ്ങലില്ലേ കേട്ടോ. അപ്പോൾ ഇന്നല്ല കുറേ ദിവസമായി ഇത് വാങ്ങിയിട്ട്, കുറച്ച് ദിവസം വാങ്ങിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കേനി. കുറച്ചൊക്കെ എടുത്ത് ഒരു ദിവസം കറിയൊക്കെ ഉണ്ടാക്കിനി. ബാക്കിയുള്ളത് അങ്ങനെ ഫ്രീസറിൽ ഉണ്ടായിനി. അപ്പോൾ അതുകൊണ്ട് ഇന്നത് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. നല്ല മത്തിയാണ് കേട്ടോ. ഇത് നല്ല പനഞ്ഞുള്ള മത്തി ഉണ്ടാവില്ലേ, അങ്ങനത്തെ മത്തിയാണ്. നല്ല നെയ്യൊക്കെ ഉള്ള മത്തിയാണ് കേട്ടോ. അപ്പോൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കറി റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിലും കറി ഉണ്ടാക്കുന്നത് പിന്നെ വീഡിയോയിൽ കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഒരു സിമ്പിൾ കറിയായിട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് പരിപ്പും അതേപോലെ തന്നെ 2 പച്ചക്കായ ഉണ്ടല്ലോ, പച്ചക്കായും ഒരു തക്കാളിയും പിന്നെ അതിക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അങ്ങനെ വേവിച്ചെടുത്ത് പിന്നെ വെളിച്ചെണ്ണയിൽ കടുക് വറുത്താണ്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. അതിക്ക് കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തു കേട്ടോ എണ്ണയ്ക്ക്. എന്നിട്ട് കറിക്ക് ഒഴിച്ച് കൊടുത്തു. പിന്നെ കുറച്ച് പുളിയും ചേർത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കറിയാണ് ഉണ്ടാക്കിയത്. ഒരു സിമ്പിൾ കറി, തേങ്ങയൊന്നും അരച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ കറിയൊക്കെ ആയി. പിന്നെ ഇന്ന് എനിക്ക് ചോക്കാട് കുറച്ച് 2-3 HSമാർക്ക് സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കാണ്ട്. അപ്പോൾ അത് കൊടുക്കാൻ പോകും വേണം. അപ്പോൾ അതിൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീർക്കട്ടെ. പിന്നെ നമുക്ക് അന്നിടാനുള്ള വീഡിയോ റെഡിയാക്കാണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം അതിന് പോവാൻ. അങ്ങനെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടോ. കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഒരു ഭാഗമാണ് വൃത്തിയാക്കിയിടും ആദ്യം. എന്നിട്ട് കുക്ക് ചെയ്തതൊക്കെ അവിടേക്ക് അങ്ങോട്ട് എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ ചോറും അതിൻ്റെ ഇടയിൽ വെന്ത് വാർത്തൊക്കെ വെച്ചിട്ടുണ്ടതിനും. പിന്നെ ഇപ്പോൾ കറിയായി, ഉപ്പേരിയായി, മീൻ വറുത്തതുമായി. അപ്പോൾ ഇന്ന് അതൊക്കെ തന്നെയാണ് കേട്ടോ ചോറിനുള്ള കൂട്ടാൻ. ഇനിയിപ്പോൾ ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തുണ്ടാവും അവിടെ ഇവിടെയൊക്കെ കിടക്കണം. വേഗം കഴിയാൻ വേണ്ടിയിട്ട് എടുത്ത സാധനം അപ്പം തന്നെ അടുത്തോടുത്ത് വെക്കൂല. ചിലപ്പോൾ വെക്കും, ചിലപ്പോൾ വെക്കൂല. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പെറുക്കിയെടുത്ത് വെക്കും ആദ്യം. എന്നിട്ടുള്ളൂ കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകാനുള്ള പാത്രങ്ങൾ സിങ്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് വെക്കും. അപ്പം ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വൃത്തിയായി കിടക്കുമ്പോഴേ നമുക്കൊരു സമാധാനമാണ്. അപ്പം പെട്ടെന്ന് തന്നെ നമ്മളെ പാത്രം കഴുകലും കഴിയും കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെയും കൂടിയാണ് ക്ലീൻ ചെയ്താൽ ഈ പാത്രങ്ങളും കൂടിയാണ് കഴുകി വെച്ചാൽ ഇവിടെയും ക്ലീൻ ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം നമ്മൾ ചെയ്യും. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരുങ്ങി താങ്ങി നിന്ന് സമയം പോണതേ അറിയില്ല. അപ്പം എൻ്റെ ക്ലീനിങ്ങൊക്കെ എങ്ങനെയാണ് കേട്ടോ, കുക്കിങ്ങും ക്ലീനിങ്ങൊക്കെ നടക്കൽ. അങ്ങനെ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴുകി വെച്ച് ഇനിയിപ്പോൾ അതൊക്കെ അതാത് സ്ഥാനത്തേക്ക് എടുത്ത് വെച്ചാൽ ആ ഒരു ഭാഗം ക്ലീൻ ആവും. പിന്നെ അവിടേക്ക് ഒന്ന് തുടച്ചെടുക്കണം. അതേപോലെ ഗ്യാസ് സ്റ്റവും ഒന്ന് തുടച്ചെടുക്കണം. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് തുണികൾ അലക്കാണ്ട് തന്നെ അലക്കലും കുളിക്കലൊക്കെ കഴിഞ്ഞ് നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഒരു 2 മണി ആയിക്കണം കേട്ടോ സമയം ഫുഡ് കഴിക്കാൻ വന്നപ്പം. നമുക്ക് വന്നിട്ടുള്ള വീഡിയോ അതും റെഡിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്കിന്ന് ചോക്കാടും കാളികാവൊക്കെ ഒന്ന് പോവാണ്ട്. അപ്പം വേഗം ഡ്രസ്സൊക്കെ മാറി വന്നതാട്ടോ. ഇനി ഫുഡ് കഴിച്ചിട്ടാണ് പോവാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഉച്ചക്ക് റെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതാ ഒരു പ്ലേറ്റിലേക്ക് ചോറൊക്കെ വിളമ്പി കറിയും മീനും അതേപോലെ നമ്മളെ കറുത്തുപ്പേരിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പോകാനുള്ള സ്ഥലത്തൊക്കെ പോയി അവിടെ കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് വന്നു. പിന്നെ വൈകുന്നേരമാണ് കേട്ടോ കിച്ചണിൽ കയറുന്നത്. അപ്പോൾ മക്കൾ സ്കൂളിട്ട് വരാനായിട്ടുണ്ട് സമയം. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ ബേക്കറി കൊടുക്കണക്കാട്ടിലും നല്ലത് എന്തെങ്കിലും നമ്മളെ കൈകൊണ്ട് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അല്ലേ. അപ്പോൾ ഞാൻ ചിലപ്പോൾ ബേക്കറിയൊക്കെ കൊടുക്കലുണ്ട് കേട്ടോ. ഇല്ല നല്ല വീട്ടിലുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പം ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമായിട്ട് ഉണ്ടാക്കുന്നത്.
റാഗിപ്പൊടി വെച്ചിട്ട് ഒരു അടയാണ് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് റാഗിപ്പൊടി, കുറച്ചെന്ന് പറഞ്ഞാൽ 1 കപ്പ് ഉണ്ടാവും കേട്ടോ. ഇത് ഞാൻ ഇപ്പം കപ്പിൽ നിന്ന് ഇങ്ങനെ കുറേ പ്രാവശ്യം ഇടുന്ന നിങ്ങൾ കണ്ടേക്കും, 1/4 കപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് റാഗിപ്പൊടി ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കൂലേ ആ ഒരു രീതിയിൽ കേട്ടോ. അങ്ങനെ കുഴച്ചെടുക്കാനുള്ള ആ ഒരു രീതിയിൽ വേണം മാവിൽ വെള്ളം ഒഴിക്കാൻ. അപ്പോൾ അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാറി വരട്ടെ. അപ്പോൾ തന്നെ നമുക്ക് അതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു 3 അച്ച് ശർക്കര ഒന്ന് 2-3 പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ഇപ്പോൾ ഇതാ ശർക്കര ഉരുക്കി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇതിലേക്കുള്ള തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ശർക്കര ഉരുക്കിയിട്ട് പിന്നെ നമുക്ക് ഇതൊന്ന് അരിച്ചിട്ട് ഈ പാത്രത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ കല്ലോ മണ്ണോ എന്തെങ്കിലും ഉണ്ടോ നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇത് അരിച്ചിട്ട് ഈ ഒരു പാനിൽ തന്നെ ഞാൻ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് തേങ്ങ അവിടെ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1 കപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ തേങ്ങ ചിരകിയതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതേക്ക് കുറച്ച് അവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവിലിന് പകരം നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് അത് ചേർക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിക്കാരം കേട്ടോ. അതേപോലെ തന്നെ ചെറുപയർ വേവിച്ചിട്ട് ചേർക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളടുത്ത് എന്താ ഉള്ളത് ചേർക്കാം. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ചെറുപയറും ഇല്ല പഴമില്ല. അപ്പോൾ ഞാൻ കുറച്ച് അവിൽ ചേർത്ത് കൊടുത്തിട്ടോ. അവിലും നല്ലതാണ്, നേന്ത്രപ്പഴം ഒക്കെ നല്ലത് തന്നെയാണ്. അതേപോലെ കുറച്ച് എള്ളൊക്കെ ഉണ്ടെങ്കിൽ എള്ളും ചേർത്ത് കൊടുക്കുകയാണെങ്കിലൊക്കെ നല്ലതാണ്. അതേപോലെ നിലക്കടല ഉണ്ടല്ലോ, നിലക്കടല വറുത്തത് ഒന്നൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതും നല്ല ടേസ്റ്റാണ്. അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള സംഭവം കൂടിയാണ്. പിന്നെ അതിലേക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒന്നും ഇങ്ങോട്ട് വലിഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ചാൽ മതി. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിവിടെ റാഗിപ്പൊടി തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് പിന്നെ മാവ് റെഡിയാക്കി വെച്ചിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. പിന്നെ ഞാനൊരു വാഴൻ്റെ ഇലൻ്റെ ഒരു കഷ്ണം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ഒന്ന് തുടച്ചെടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഒരു ഉരുള വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളെ റാഗിപ്പൊടിൻ്റെ കേട്ടോ. എന്നിട്ട് ഇതേപോലെ അതിൻ്റെ മേലെ ഒരു വാഴൻ്റെ ഇല വെച്ചിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതിങ്ങനെ പരന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് പരന്ന് വരട്ടെ കേട്ടോ. കുറച്ച് കട്ടിയുണ്ട് ഇനി അപ്പോൾ ഒന്നും കൂടി ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് നല്ലോണം ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഇതാ ഈ ഒരു രൂപത്തിൽ കേട്ടോ. ഇത്ര കട്ടിയിലാണ് നമുക്കിത് വേണ്ടത്. ഇനി നമുക്ക് നമ്മളെ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ, ഒരുപാട് സമയമൊന്നും വേണ്ട. പിന്നെ ഫില്ലിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ഉണ്ടാക്കാം. നമ്മളെ കയ്യിൽ എന്താ ഉള്ളതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ചെറുപയറോ അല്ലെങ്കിൽ നേന്ത്രപ്പഴമോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ചേർക്കാം നമുക്ക്. അപ്പോൾ ഇതാ ഇനി ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. നമ്മൾ ഇലയുടെയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രൂപത്തിൽ തന്നെ. റാഗിപ്പൊടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. കുട്ടികൾക്കാണെങ്കിലും നമുക്ക് വലിയവർക്കാണെങ്കിലും ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. വീട്ടിൽ ഉണ്ടാവുമ്പോൾ കേട്ടോ, അല്ലാതെ നമുക്ക് തിരക്കുള്ള സമയത്ത് എന്തായാലും കഴിയൂല. അപ്പോൾ വീട്ടിലുണ്ടാവുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കലുണ്ട്. മടി പിടിച്ചിരിക്കലൊന്നുമില്ല. ഇവിടെ എൻ്റെ മക്കൾക്ക് ഞാൻ ഒരു സ്കൂളിട്ട് വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടെങ്കിൽ എന്തോ ഒരു ഇഷ്ടമാണെന്ന് അറിയോ. നമ്മൾ ഐഫക്കുട്ടിയൊക്കെ ഓടി വന്നു കെട്ടിപ്പിടിച്ച് ഉമ്മ വരും കേട്ടോ. എന്നിട്ട് പറയുമ്പോൾ എന്താ ചായക്ക് കടിയെന്നാണ് ചോദിക്കുക. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വർക്കിന് വേണ്ടിയിട്ട് പുറത്ത് പോയതാണെങ്കിലും ഞാൻ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവരും. അങ്ങനെ അത്രയും ഇഷ്ടമാണ് അവർക്ക് സ്കൂളിട്ട് വരുന്ന സമയത്ത് ചായയും കടിയും കുടിക്കുന്നത്. ചോറ് കഴിക്കുന്നത് ഭയങ്കര മടിയാട്ടോ. ചോറ് കഴിക്കും, മന്തിയോ നെയ്ച്ചോറോ അല്ലെങ്കിൽ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചോറ് പറ്റും. അല്ലാത്ത ദിവസങ്ങളിൽ സ്കൂളിട്ട് വരുമ്പോൾ എന്തെങ്കിലും ചായക്ക് കടി ഉണ്ടെങ്കിൽ അതാണ് ഇഷ്ടം. അപ്പോൾ ഇതാ നമ്മളെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. ഞാൻ വാഴൻ്റെ ഒന്ന് പൊന്തിച്ച് നോക്കി അടപ്പ് തുറന്നിട്ട് അപ്പം മുകളിലത്തെ വെന്തിക്കണം. അപ്പോൾ എന്തായാലും താഴത്തത്തും വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുമ്മലൊക്കെ അങ്ങനെ വെള്ളത്തുള്ളികളുണ്ടാവും. അപ്പം കുറച്ച് സമയം നമ്മളിത് പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അർജൻറ്റായിട്ട് എടുത്തുകൊണ്ട് അപ്പം തന്നെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഒന്ന് കഴിച്ചാൽ തന്നെ കുട്ടികളെ വയറ് ഫില്ലാവും, അവർക്ക് വയറ് നിറയും. അതേപോലെ ശർക്കരയും തേങ്ങയൊക്കെ ചേർത്തതുകൊണ്ടേ ഉള്ളത്തെ ഫില്ലിങ് ടേസ്റ്റ് ഉണ്ടാവുമ്പോൾ എന്ത് സാധനമാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിക്കാരം. ഈ റാഗിപ്പൊടി കൊണ്ട് എന്തുണ്ടാക്കിയാലും കുട്ടികൾക്ക് കഴിക്കാൻ മടിയേക്കാരം. അപ്പോൾ അതേപോലെ
അടയൊക്കെ ആക്കിയിട്ട് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് ഫില്ലിംഗ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമാവും, ഒരു കഴിച്ചും ചെയ്തോളും. അപ്പോൾ ഇതാ നമ്മളെ പലഹാരമൊക്കെ ഇവിടെ റെഡിയായി. അപ്പോൾ ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇലയിൽ നിന്നൊക്കെ എടുത്തു കേട്ടോ, ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ റാഗിയുടെ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് കഴിക്കാൻ. ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഫസ്റ്റ് ഞാൻ തന്നെ കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. അതെന്തായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ, എന്തുണ്ടാക്കുകയാണെങ്കിലും ഫസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കും, എന്നിട്ടേ മക്കൾക്ക് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കെന്താ ഒരു പേടിയാണ്, ചെറുപ്പത്തിലേ ശീലിച്ച് പോയതാണത്. എന്തുണ്ടാക്കിയാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും, എന്നിട്ട് കുട്ടികൾക്ക് കൊടുക്കും. അപ്പോൾ എന്തായാലും നമ്മൾ റാഗി കൊണ്ട് ഉണ്ടാക്കിയ പലഹാരമൊക്കെ അടിപൊളിയേനും നല്ല ടേസ്റ്റ് ഉണ്ടേനും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമ്മളെ വീഡിയോയിൽ നല്ല നല്ല റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.